ഓരോന്നും ഭയങ്കര അത് അന്നേരം ചെയ്യുന്നത് അന്നേരം ഒരു നമ്മൾ പാത്രം കഴുകാന്ന് ഓർക്കരുത്. അന്നേരം ഞാൻ മുമ്പ് അന്നേരം പറഞ്ഞില്ല, ഈശോയെ ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ സൂക്ഷിക്കപ്പെടാ ദാസനെ പോലെയായിരുന്നു. അതുകൊണ്ടൊരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞതേ, ഈശോ അവരുടെ കൂടെ പാത്രം കഴുകാനും വെള്ളം കോരാനും അങ്ങനെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളിലും ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഈശോയ്ക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം അപ്പസ്തലന്മാരോടാണല്ലോ പറയുന്നത്. അപ്പം അവരിത് കണ്ടിട്ടുള്ളതല്ലേ. അത് ചെയ്യാത്തൊരെണ്ണത്തിനെ പറയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ അർത്ഥം ഈശോ അങ്ങനെ ആയിരുന്നെന്നാ. അപ്പം ആ ഈശോയെ ധ്യാനിച്ച് നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ അപ്പം ആ വചനം ആയിരിക്കണം അന്നേരം നമ്മൾ ജീവിക്കണ്ടേ. നമുക്ക് പെട്ടെന്ന് ഒരു പ്ലേറ്റ് വാഷിങ് അല്ല അന്നേരം. ഈശോയെ പോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ ഞാനേ ശുശ്രൂഷിക്കപ്പെടുകയല്ല ചെയ്തത്, ശുശ്രൂഷിക്കുകയായിരുന്നു എന്നുള്ളത്. അന്നേരം അത് വലിയ കൗതാശികത്വത്തിലേക്ക് ഉയരുക. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ നമ്മളൊരു അതിൻ്റെ ഒരു വചനം നമ്മൾ ഓർക്കുന്നതല്ല എപ്പോഴും ഓരോ കാര്യങ്ങളുടെയും. ഇതിൻ്റെ നോക്കിക്കഴിയുമ്പോൾ ഓരോ സമയത്തിനുമുള്ള വചനങ്ങൾ നമുക്ക് കാണുമേ. ലേഖനങ്ങളിലും എല്ലാം കൂടെ നോക്കിക്കഴിയുമ്പം എല്ലാത്തിനും ഉള്ള ഒരെണ്ണം കാണും, ഓരോന്നുമേ. അങ്ങനെ പിന്നെ അന്നേരം വചന ജീവിതമാകും നമ്മൾ. ഇതിനെടുത്ത് വായിച്ച് സമയം ആൾക്കാരില്ലാത്തപ്പോൾ ഒന്ന് എടുത്തത് വായിച്ചിട്ടേ ഓരോന്നിങ്ങനെ എഴുതിയെടുക്കാനോട് നോക്കാം. അങ്ങനെ ഓരോന്നും എഴുതിയെടുത്ത് എന്തേറെ കാര്യങ്ങളാണെന്നറിയോ കൊടുക്കണം. അങ്ങനെ എഴുതിയെടുക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കത് കാണത്തുള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞ ബോധത്തിൻ്റെ തന്നെ എത്ര വചന ഭാഗങ്ങളാണ് നമ്മുടെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടോ ജീവിക്കേണ്ടതെന്നുള്ളതിൻ്റെ. അതായത് സുവിശേഷത്തിൽ അവസാനം നമ്മുടെ ഗ്രാൻഡ് കമ്മീഷനില്ലേ സുവിശേഷം പ്രസംഗിക്കാനേ ഈശോ കൊടുക്കാനും ഒക്കെ. അപ്പം അതിനകത്ത് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ല, അല്ല ഞാൻ കമാൻഡ് ചെയ്തതെല്ലാവേ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കാനാ. എല്ലാം പ്രവൃത്തി എന്നുള്ള വാക്കാണ് ഞാൻ പഠിപ്പിച്ചതെല്ലാവേ. അപ്പം അതിതാ കമാൻഡ് എല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കാനാ പറയും. നിങ്ങളോട് കൽപ്പിച്ചതെല്ലാവേ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കാൻ, എവരിത്തിങ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവസാനം മിഷൻ പ്രവർത്തനത്തിന് വിട്ടിരിക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് അത് പൗലോസ്ലീഹയുടെ അപ്പോസ്തല പ്രവർത്തനത്തിലും എല്ലാം വായിക്കുമ്പോൾ നമുക്കത്, പിന്നെ ലേഖനങ്ങളിലും എല്ലാം അത് പിന്നെ ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വാക്യ വ്യത്യാസത്തിലേ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ വീടുകൾ തോറും കയറി ഇറങ്ങി വലിയ കണ്ണീരോടുകൂടെ എല്ലാ കാര്യങ്ങളുമേ ദൈവത്തിൻ്റെ മുഴുവൻ ഇച്ഛയെന്നായി പറഞ്ഞു, ഓൾ ദ വിൽ ഓഫ് ഗോഡ് ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നെന്നാണ് പറയുന്നത്. വചനം വിൽ ഓഫ് ഗോഡും ഈ എല്ലാം സമമാണേ. അപ്പം എന്നിട്ട് ഇനി നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നും പറഞ്ഞുകൊണ്ടാവുമല്ലോ പൗലോസ്ലീഹ പറയുന്നത്. അത്രമാത്രം അവരെ സുവിശേഷം മുഴുവൻ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള പഠിപ്പിച്ചു ജീവിക്കേണ്ടതേ. ഇത് പുതിയ നിയമത്തിലൂടെ സീരിയസ് ആയിട്ടൊന്ന് പോയാൽ എന്തെല്ലാം ചെയ്യേണ്ടത് നമുക്ക് കിട്ടും. ഇങ്ങനത്തെ വചനങ്ങളും അങ്ങനെ എടുക്കണം. ഈ വചനം മുഴുവൻ പാലിക്കണമെന്നുള്ളതേ ഓരോന്നുവേ എവരിത്തിങ്. ഇത് കണ്ണീരോടുകൂടി അവരെ പഠിപ്പിച്ചെന്നാ പറഞ്ഞു ഈ ദൈവവചനം പാലിക്കാനുള്ള കാര്യങ്ങളെ. ഇങ്ങനെയൊന്നുമല്ല നമ്മളെപ്പോലെ, ഇതല്ല വചനം അങ്ങനെ അത്രയോ വലിയ സംഭവമല്ലേ. ചിലപ്പോൾ അത് വായിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് പിടി കിട്ടത്തുള്ളേ. ഇബ്രാഹിം ഇന്നലെ നമ്മൾ പോയപ്പം തപ്പുമായിരുന്നു. ഇബ്രാഹിം 2:1 പറയുന്നതേ, ഇബ്രാഹിം 1 പറയുന്നത് ഇത്രയും കാലമേ പ്രവാചകന്മാർ വഴിയാണല്ലോ സംസാരിച്ചതേ ദൈവമേ. ഈ അവസാന കാലത്ത് പുത്രൻ വഴി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ അധ്യായം അങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 2ാം അധ്യായത്തിൽ പറയുന്നത് അത് അങ്ങനെ ആയിരുന്നെങ്കിലേ പ്രവാചകന്മാർ വഴി സംസാരിച്ചതിനോട് ഒരു ഇത് പുലർത്താത്തവരെ അത് വായിച്ചാൽ മതി. ദൈവം ശിക്ഷിച്ചെങ്കിലേ, അല്ലെ അതിനെ ഭയങ്കര ഇതെടുത്തെങ്കിൽ പേ
ഗ്രേറ്റർ അറ്റൻഷൻ ടു ദ ഇപ്പോഴത്തെ ഈശോ വഴി സംസാരിച്ചതിനോട് കൊടുക്കാനും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിന് പേ ഗ്രേറ്റർ അറ്റൻഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാനത് വായിച്ചു പോയപ്പോൾ അത് എന്നെ ഭയങ്കര ആശ്ചര്യപ്പെടുത്തിയാണ്. ഞാൻ നിങ്ങളോട് പിന്നെ വന്ന് പറയാത്ത അന്നേ. അയ്യോ, അത് കണ്ടപ്പോഴത്തേനും അന്നെടുക്ക് വായിച്ചാലോ. നമുക്ക് ആ പിടികിട്ടതിലേക്ക് വരണം. നമുക്കിനി ഈ വചനത്തിൻ്റെ ആ മഹിമയെ, വചനം എത്ര വലുതാണ്, എത്ര ജീവിക്കേണ്ടതാണ്. വചനം ജീവിക്കുക എന്നുള്ളതാണ് അതിനെ നമുക്ക് മനസ്സിലാക്കലൊന്നുമല്ല. മനസ്സിലാക്കൽ വേണം, പക്ഷെ മനസ്സിലാക്കലല്ല അതിൻ്റെ ഇതേ. അവിടെയാണ് ഈ വേർഡ് ഓഫ് പവർ വരെയാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതെന്നൊക്കെ പറഞ്ഞ ആ കോണ്ടസ്റ്റിൽ തന്നെയാണ് പിന്നെ താഴോട്ട് പറയുന്നത്. നമ്മളീ ഷെയർ ചെയ്യല്ലേ എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ ശക്തിയുടെ വചനത്താലാണ് പ്രപഞ്ച സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടേ അതിനുശേഷമാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. വായിച്ചു യോണി. അതൊന്നും തൊട്ടങ്ങ് വായിച്ചു. ഏതാ? അല്ല, ആദ്യം തൊട്ടങ്ങ് വായിച്ചു. 1ാമത്തെ അധ്യായം വായിച്ചു. അത് അതിന്റെ കോണ്ടസ്റ്റിലാണ് ഇത് കിടക്കുന്നതേ. അധ്യായമൊക്കെ പിന്നെ തിരിച്ചതല്ലേ. In many and various ways, God spoke of old to our fathers by the prophets. But in these last days, He has spoken to us by a Son, whom He appointed the heir of all things, through whom also He created the world. He reflects the glory of God and bears the very stamp of His nature, upholding the universe by His word of power. വചനത്താൽ അതിന് പിടിച്ചു നിർത്തുന്നേ. When He had made purification for sins, He sat down at the right hand of the Majesty on high, having become as much superior to angels as the name He has obtained is more excellent than theirs. For to what angel did God ever say, "Thou art my Son, today I have begotten thee"? For again, I will be to him a father, and he shall be to me a son. And again, when he brings the firstborn into the world, he says, "Let all God's angels worship him." Of the angels he says, "Who makes his angels winds, and his servants flames of fire." But of the Son he says, "Thy throne, O God, is forever and ever. The righteous scepter is the scepter of thy kingdom. Thou hast loved righteousness and hated lawlessness. Therefore God thy God has anointed thee with oil of gladness beyond thy comrades. And thou, O Lord, didst found the earth in the beginning, and the heavens are the work of thy hands. They will perish, but thou remainest. They will all grow old like a garment. Like a mantle thou wilt roll them up, and they will be changed. But thou art the same, and thy years will never end. But what angel has he ever said, "Sit at my right hand till I make thy enemies a stool for thy feet"? Are they not all ministering spirits sent forth to serve for the sake of who are to obtain salvation? Therefore, we must pay the closer attention to what we have heard, lest we drift away from it.
Therefore, we must pay the closer attention to what we have heard, lest we drift away from it. വേണ്ട, ക്ലോസർ കൊടുത്തില്ലേ നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകുന്ന. അത് നമുക്ക് ഇന്നോളം സംഭവിച്ചിരിക്കുന്നതാ. നമുക്കാകെ 4 സുവിശേഷമുണ്ടെന്നല്ലാതെ ഏതാനും വാക്യങ്ങളല്ല, നമുക്കൊന്നും അറിയത്തില്ലല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു അവബോധവും നമുക്കില്ലേ. ചിലതിനകത്ത് പേ ഗ്രേറ്റർ അറ്റൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഭയങ്കര ക്ലോസറാ. Therefore, we must pay the closer attention to what we have heard, lest we drift away from it. For if the message declared by angels was valid, and every transgression and disobedience received a just retribution, how shall we escape if we neglect such a great salvation? നമുക്ക് ഭയങ്കര വചനങ്ങളാണ് ഇതെല്ലാവേ. For if the message declared by angels was valid, and every transgression or disobedience received a just retribution, how shall we escape if we neglect such a great salvation? It was declared at first by the Lord, and it was attested to us by those who heard him, while God also bore witness by signs and wonders and various miracles and the gifts of the Holy Spirit, distributed according to his own will. മതിയായിരിക്കുമല്ലേ? മലയാളം വായിക്കണോ? കിട്ടിയോ ജോണി? ആ രണ്ടാമത്തെ ഭാഗം ഒന്ന് വേണമെങ്കിൽ മലയാളം കൂടെ. ഇതിനെപ്പറ്റി ഒന്നും അല്പനായിട്ട് എനിക്ക് ഹെബ്രായ ലേഖനം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്തതല്ലേ. അയ്യോ, ഹെബ്രായ ലേഖനം ഏറ്റവും അതിനകത്ത് എല്ലാ പെർഫെക്ഷനെ കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹയസ്റ്റ് ലാംഗ്വേജിലാണ് പറയുന്നത്. പെർഫെക്ഷൻ. വായിച്ചോ, ജോണിയെന്നാ വായിച്ചു. അതിശയനായിട്ട് കേൾക്കട്ടെ. രണ്ടാമത്തെ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കുവാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ദൂതന്മാര് പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടുന്നു? ആരംഭത്തിൽ കർത്താവ് തന്നെയാണത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്കുകൾ ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചും തന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പലവിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. വചനം പാലിക്കാത്ത രക്ഷ എന്നുള്ളത് വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും ഇവിടെ രക്ഷ വചനങ്ങളാണ്. ഈ വചനങ്ങളുടെ ആ ഇതിലാണ് പറയുന്നത്. പിന്നെ രക്ഷ എന്നങ്ങ് അങ്ങനെയുണ്ടല്ലേ. അവിടെ വായിച്ചു നോക്കിയാൽ മുകളിൽ തൊട്ട് അങ്ങനെ വചനമാണ് പറയുന്നത്. പിന്നെ ബാക്കി താഴോട്ട് വായിക്കുമ്പോഴും എല്ലാവേ സോ ഗ്രേറ്റ് എ റിഡംഷൻ. എന്നാ ഇവിടെ എൻ്റെ മലയാളത്തിൽ ഗ്രേറ്റർ അറ്റൻഷൻ്റെ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ വാക്ക് പോരാ,
വാക്കൊക്കെ അത് നമ്മൾ ആ ചൈതന്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതൊക്കെ തന്നെ വലിയ സംഭവമാണ് പിടി കിട്ടുന്നതേ. ക്ലോസർ അറ്റൻഷൻ. Pay greater attention. പേ ഗ്രേറ്റർ. വാക്കുകൾ പോരാ, വാക്കത് നമുക്ക് അത് ഉള്ളതായിട്ട് അത് പ്രയോഗിക്കുന്നതാണ്. എന്ന് വെച്ചോ ഇത്രയും വലുതാ. ഈശോയെ കാപ്പി എടുക്കാവേ. പ്രാർത്ഥിച്ചങ്ങ് വായിച്ചിട്ടേ എന്നാലും കാണിച്ചു തരും ഈശോ ഓരോന്നും. ഞാനും അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോന്നിങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളാണ് വെച്ചേ. നമ്മളിപ്പോൾ ഒരു കാര്യം നോക്കാനില്ലാത്ത രീതിയിൽ നോക്കിയെങ്കിൽ നൂറുകണക്കിന് കാര്യങ്ങളാണ് അതിനകത്തെല്ലാം ഓരോ രീതി നമുക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ കിടക്കുന്നത്. നമ്മുടെ വചനത്തിൽ നമ്മുടെ അവയവങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കയ്യ്, കണ്ണ്, നാക്ക്, മൂക്ക്, അങ്ങനെ ഹൃദയം, മനസ്സ്, അങ്ങനെ ഒരെണ്ണം കിടക്കുക. പിന്നെ ഈശോയെ തന്നെ ഈശോ മനുഷ്യപുത്രന് എത്ര പ്രാവശ്യം വിളിച്ചിരിക്കുന്ന 4 സുവിശേഷങ്ങളിൽ എന്നറിയോ? സ്വയമേ. അതൊക്കെ ഭയങ്കര എത്ര സ്ക്രിപ്റ്റ് ടെസ്റ്റുകളാണെന്നറിയോ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഓരോ അവയവങ്ങളെക്കുറിച്ച് എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് പിടികിട്ടുവാണ്. എല്ലാ സ്ക്രിപ്റ്റ് അത് ആദ്യം അങ്ങനെ എഴുതി അങ്ങ് പോയിട്ട് പിന്നെ നോക്കുമ്പോഴാണ് എല്ലാം അത് ചിലപ്പം നമ്മൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് പറയുന്നില്ല അവയവങ്ങളെ. പക്ഷേ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെ ഒക്കെ വരുമ്പോഴത്തേനും പിന്നെ ലേഖനങ്ങളിലൊക്കെ ആ മനസ്സിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു. അപ്പം അത് അന്നേരം നമുക്കിങ്ങനെ നോക്കിപ്പോയി കഴിയുമ്പോഴത്തേനും ഓരോന്നും കിട്ടും. ഇപ്പം നമ്മുടെ ഓരോ അവയവങ്ങളും എത്ര വലുതാന്ന് ഇപ്പം കയ്യ് എത്ര ആവശ്യമാണ് കയ്യെന്നുള്ള 4 സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്നതെന്നറിയോ? അപ്പം കയ്യിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ല സുവിശേഷം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പം കൈ എന്നുള്ള ഒരു അവയവം നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ സഭയുടെ ഏറ്റവും വലിയ ഈ അതിൻ്റെ കൗദാശിക ആ പ്രവൃത്തികൾ തുടരുന്നത്, അതിന് നല്ല വാക്കിച്ചിരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. അത് തുടരുന്ന കൈവെപ്പൂഴിയല്ലേ എന്ന് ഓർത്ത് നോക്കി. കൈവെപ്പൂഴിയാണ് നമ്മൾ പറയുന്ന ഈ കൈവെപ്പൂഴിയാണ് പൗരോഹിത്യം തുടരുന്നത്. പൗരോഹിത്യം വഴിയാണല്ലോ ബാക്കി ഉദാശകളെല്ലാവേ. അങ്ങനെ കാരണം ആ കൈവെപ്പ് എന്നുള്ള അതാ. കാരണം കൈവെക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒന്നുമല്ല. എൻ്റെ കൈയാണ് ഇപ്പോൾ വായിച്ചതിനകത്തും അവൻ്റെ കരങ്ങളായി പ്രപഞ്ചത്തെ മുഴുവൻ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. കൈ ആണ് സൃഷ്ടിച്ചതെന്നേ. കയ്യാ പറയുന്നതെല്ലാം കരവേലയാണെന്ന്. ഹൃദയം തന്നെ എത്ര പ്രാവശ്യം എന്നറിയോ? അപ്പം ഹൃദയത്തെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം നമുക്ക് എടുക്കേണ്ട വരുമല്ലായിരിക്കും. ആദ്യം എഴുതണം. ഇപ്പം നമ്മുടെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിടികിട്ടാൻ തുടങ്ങും. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ഒരു ദൈവത്തേക്കാണ്. അങ്ങനെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് എന്നിൽ നിന്ന് കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഒഴുകുന്നേ റിവേഴ്സ് ഉണ്ടാകുന്ന ഹൃദയത്തിലാണ്. അപ്പം നമ്മുടെ ഹൃദയം അതൊക്കെ എന്നാ നിസ്സാരമല്ല. ആ ഒരൊറ്റ ഇത് കിട്ടിയാൽ മതി. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വലിയ നിത്യജീവനിലേക്ക് പ്രവഹിക്കുന്ന നദികളുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത്. പുറത്ത് കാണുന്നതല്ലാതെ അങ്ങനത്തെ ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും വലിയതാണ് നമ്മുടെ ഹൃദയം. കുഞ്ഞു ഉറവകളൊന്നുമല്ല, നദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സ് വായിച്ചിട്ടില്ലേ അത്? ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷപ്പെടും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. അവർ ദൈവത്തേക്കാണ്. തുടങ്ങാത്തോണ്ടാ. തുടങ്ങി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓരോന്നിനുവേ ഇപ്പം എനിക്കും ഇങ്ങനെ പറയാൻ പറ്റാത്ത നമ്മൾ എഴുതി കഴിയുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തൊന്നും എന്തേറെ കാര്യങ്ങൾ വേണേൽ പറയാം. ഇപ്പം പറയാൻ പറ്റിയല്ലാഞ്ഞിട്ട് പറയാത്തത്. അങ്ങനെ ഒന്നും ആയില്ല എന്നാൽ പോലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഓരോരുത്തർക്കുവേ.
അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നാവിനെ നിയന്ത്രിക്കുന്ന പരിപൂർണനാവും. അത് നമുക്ക് ദിവസം മുമ്പേ ചോദിച്ചതിന് ഉത്തരവാണ്. നാവിനെ നിയന്ത്രിക്കുന്നതേ ഇപ്പം നമ്മൾ അറിയാതെയാണേലും നമ്മൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് മറന്നു പോകും. എന്നിട്ട് നമ്മൾ പെട്ടെന്നൊരു തമാശ വരുമല്ലേ, അന്നേരം നമ്മൾ ആ നാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ പോവുക. അങ്ങനെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോന്നും അങ്ങനെ ഒരു ദിവസം നല്ല വൃത്തിയുള്ളൊരു ദിവസം, നമ്മൾ ഇടയ്ക്ക് പറയല്ലേ വൃത്തിയുള്ളൊരു ദിവസമായിട്ട് കടന്നു പോകാനായിട്ട് അനുവദിക്കുക. ഒരു ദിവസമേ എല്ലാ ദിവസവും അങ്ങനെ എടുക്കണ്ട. അപ്പം അന്ന് വ്യർത്ഥ ഭാഷണങ്ങൾ പറയാതെ, കെയർലെസ് ആയിട്ടൊരു വാക്ക് പറയാതെ ഈശോയെ തന്നെ ഓർത്തൊരു ദിവസം, അശുദ്ധമായ ഒരു ചിന്തയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ശകലം പോലും സമയം കൊടുക്കാതെ, ഒരാളെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ, വെറുപ്പേ അങ്ങനെ എല്ലാം, അങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സൊരു വൃത്തിയുള്ളതേ അങ്ങനെ ആക്കിയെടുക്കാം. വൃത്തിയുള്ളൊരു ദിവസം, അതെല്ലാം കൂടെ മൊത്തം ദിവസം എടുക്കണ്ട. ഓരോ ദിവസം ഇങ്ങനെ എന്താ തെരേസ്യ പോയി പറയുന്ന പോലെ അമ്മയോട് പോയി പറയണം, അമ്മേ ഇന്നത്തെ ദിവസം അമ്മ എൻ്റെ അമ്മയായിരിക്കണേ എന്നൊക്കെ പറഞ്ഞേ. ആര് പറയുന്ന പോലെ മദർ അങ്ങനെയാ പോയി പറയുമായിരുന്നു പറഞ്ഞു എല്ലാ ദിവസവും. ഇന്നത്തെ ദിവസം അമ്മ എൻ്റെ അമ്മയായിരിക്കണേ. അങ്ങനെ ഓരോ ദിവസമേ ചുമ്മാ ഒരു കോമൺ സമർപ്പണമല്ല, ഓരോ ദിവസവും പോയി പറഞ്ഞ് അമ്മയെ ഏൽപ്പിച്ച് ഓരോ കൊച്ചുദിവസ ചെയ്തപോലെ യാതൊരു നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളും വേദനകളും സങ്കടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുക. യാതൊരു വേദനയും കൊച്ചുദിവസ കളഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. മൊത്തം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മരക്ഷയ്ക്ക് വേണ്ടി. വേദനയല്ല പ്രവൃത്തിയെ. അതെ, അങ്ങനെ ഓരോന്നുവേ. അങ്ങനെ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആ ധ്യാനത്തിൽ നമ്മൾ വലിയൊരു സ്നേഹത്തിൻ്റെ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയും വചനമില്ലാഞ്ഞിട്ടാ. വചനം ഇരുതല വാഴായതുകൊണ്ട് അത് സജീവമാണ്, മജ്ജയിലും മേധസ്സിലും ഒക്കെ കയറി പ്രവർത്തിച്ചോളുപോയി. പക്ഷെ വചനം നമുക്കില്ലാത്തതുകൊണ്ട് ഇത് കയറുന്നുമില്ല. വചനം നമ്മളെ നിലനിൽക്കാത്തതുകൊണ്ടേ. കുറേ കാര്യങ്ങൾ ഇനി വൈഹാർട്ടൂടെ, വൈഹാർട്ട് എന്ന് പറഞ്ഞാലേ നമുക്കിപ്പോൾ അഷ്ടഭാഗ്യങ്ങൾ അന്ന് ക്രമത്തിൽ പറയാമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവോ? അല്ല, നമ്മളൊക്കെ അത് നമ്മുടെ ഒരു ഇതല്ലേ. ചിലപ്പോൾ നമ്മളോട് എന്നോട് ഇങ്ങനെ ഹിന്ദുക്കൾ ആരാണ്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അഷ്ടഭാഗ്യങ്ങൾ അറിയാവോന്നേ. ആ അങ്ങനെ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അറിയോ? ആ ഫസ്റ്റ് വെച്ച് ഞാൻ ഒരു പ്രാവശ്യം എറണാകുളത്തിന് പോയിച്ച് വന്നപ്പം പുറകിൽ ഏതാണ്ട് വലിയ ഏതാ ഇവരൊക്കെയാന്ന് തോന്നുന്നു, ഈ സാഹിത്യകാരന്മാർ അങ്ങനെ ആരാണ്ടൊക്കെ നല്ല ആൾക്കാരെ ഹിന്ദുക്കളാണ്. അവര് എന്നോട് അതിനെ ഏതാണ്ട് ഇച്ചിരി വർത്തമാനം പറഞ്ഞിട്ട് ദൈവവിളി കോൾ ആൻഡ് റെസ്പോണ്ട് അതിനെക്കുറിച്ച് എന്നാ നമുക്ക് പറയാൻ പറ്റുന്നത് ഒച്ചയിൽ എന്ന് ചോദിക്കുക. എന്നോട് ചോദിക്കുക. അതൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും ഇല്ലാതെ ചിലപ്പോൾ അച്ഛനാന്ന് പറ്റും തോന്നിക്കാണും എങ്ങനെയാലും. ഹിന്ദുക്കൾ അങ്ങനെ കുറെ പേര് ഏറ്റവും മുസ്ലിന്റെ പുറകിലിരുന്നേ കോൾ ആൻഡ് റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ അത് എന്നുള്ള രീതിയിൽ ഒരിതും ഇല്ലാതെ. അപ്പോൾ എനിക്കന്നേരം ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സംസാരിച്ചില്ല. ഒച്ചയിലാണല്ലോ അവർ ചോദിക്കുന്നൊക്കെ. ബസ് മുഴുവൻ കേൾക്കാവുന്നല്ലേ ചോദിക്കുന്നു. ആ അത്രയും വലിയ അതിനെക്കുറിച്ച് അല്ലല്ല എന്നോട് പറയാനേ അതിനെക്കുറിച്ച് എങ്ങനെയാന്നേ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രയും വാക്യങ്ങൾ അത് ക്രിസ്ത്യൻസ് വല്ലെന്ന് ഓർക്കണേ. ബസ് നിറച്ചാളും അത് ചോദിച്ചാൽ അത് വേറെ ആരാണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇനി പാൽപ്രവാസത്തിൽ ഇങ്ങനെ ഒത്തിരി അങ്ങനെ പലരുണ്ടായിരുന്നു ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് ഈശോയുടെ കാര്യങ്ങളും വചനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ. എല്ലാത്തിനെ കുറിച്ചും അറിയാം അവർക്ക്, സഭയുടെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച്. ഈശോയെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോഴാണല്ലോ പറയേണ്ടത് അല്ലേ.
കുറച്ച് നേരം കണ്ണടച്ചൊക്കെ ഇരിക്കാനൊക്കെ ഒന്ന് നോക്കും, കുറച്ച് സമയം കിട്ടുമ്പോഴേ എവിടെയാലും. കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ കുറേ ഇത് കിട്ടുമേ. ഈശോയൊക്കെ എപ്പോഴും കണ്ണ് താഴ്ത്തി നടന്നിരുന്നെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതൊക്കെ പിടികിട്ടാൻ തുടങ്ങും. അവൻ കണ്ണുകൾ ഉയർത്തി പറഞ്ഞെന്ന് പറയുന്നതിൻ്റെ അങ്ങനെ ഇതിൻ്റെ അർത്ഥം അല്പം സ്ലീവർ പുണ്യാളം പറയുന്നത് അതെ. അവൻ ശബ്ദം ഉയർത്തി പറഞ്ഞു, അതിൻ്റെ അർത്ഥം അവനല്ലാത്തപ്പോഴെല്ലാം സൗമ്യ ശബ്ദത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നേ. ഈശോയുടെ കുറേ 4 സുവിശേഷങ്ങളിലൂടെ പോകുമ്പോൾ ഈശോ ഭൂമിയിൽ പ്രകടിപ്പിച്ച, മനുഷ്യാവതാരത്തിൽ പ്രകടിപ്പിച്ച കുറേ വികാരങ്ങളെ, സങ്കടങ്ങൾ, നെടുവീർപ്പുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് 10 ഉണ്ടത്. ചിലയിടത്ത് ഭയങ്കരമായിട്ട് ഞെരുക്കം ഉണ്ടായിട്ടുണ്ട്, നെടുവീർപ്പിട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഇപ്പം നമ്മൾ ഏതാനോ പറയുന്നുള്ളൂ. അതെല്ലാം ഒരു മനുഷ്യാവതാരത്തിലെ ദൈവത്തിലൂടെ കടന്നുപോയ കാര്യങ്ങളല്ലേ. അതൊക്കെ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ഈശോയെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു മനുഷ്യാവതാരത്തിലെ ഈശോയെ, അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങളാണ് വചനത്തിൽ ഇങ്ങനെ. അന്നേരം വചനം ഇങ്ങനെ ശരിക്കും ഈസ്റ്റ് ഇടുമ്പോൾ ഇതേ ഇങ്ങനെ കുളിക്കുന്നെന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ വചനത്തിൽ നിന്ന് ജീവന്റെ ആ ഇത് തുടങ്ങും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വചനം അന്നേരം സംസാരിക്കാൻ തുടങ്ങും. അല്ലാത്തപ്പോൾ ഒരു സെന്റൻസ് കിടക്കുന്നത് നമുക്കൊരു പിടിയും കിട്ടത്തില്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനെ അകുലതകൾ വരുമ്പോൾ അകലപ്പെടാതിരിക്കുക. അങ്ങനെ മലയിലെ പ്രസംഗത്തിൽ ഈശോ അതാ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മലയിലെ പ്രസംഗത്തിലാണ് കിടക്കുന്നത്. ഇതെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതെല്ലാം ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയുണ്ടേ. അതങ്ങനെ ഓരോന്ന് നോക്കിക്കഴിയുമ്പോൾ ഓരോന്ന് ഹെഡിങ് കിട്ടും നമുക്ക്. എന്നാ ഇതിനകത്ത് ഓരോന്ന് പറയുന്നത്. പിന്നെ ആ ഹെഡിങ്ങിൻ്റെ കീഴിൽ അങ്ങ് വെളിപാട് പുസ്തകം വരെ നമുക്ക് അതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടാൽ മതി. ഇങ്ങനെ ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും ആ മനുഷ്യൻ ജീവിക്കണ്ടേ. അപ്പം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കെന്ന് പറഞ്ഞാൽ എല്ലാ വാക്കുമാണല്ലോ. അതിനെ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ അവസാനം മിഷൻ വിടുമ്പം ഈശോ പറയുന്നത് ഞാൻ കമാൻഡ് ചെയ്തെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. എവരിത്തിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അതിൽ കൃത്യം താഴെ വരുന്ന വാക്യങ്ങളാതെ. അങ്ങനെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എല്ലാ ഹിതങ്ങളുമേ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. അപ്പം അങ്ങനെ വചനത്തെക്കുറിച്ച് അത് എനിക്ക് തോന്നുന്നൊരു 10-12 പ്രാവശ്യമേലും അത് വിവിധ രീതിയിൽ അത് ഇത് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരു ഗണത്തിൽ കൊണ്ടുവരും. അപ്പം അന്നേരം നമ്മൾ നോക്കി കഴിയുമ്പോൾ ദൈവം ഇതിങ്ങനെയാണോ നമുക്ക് ഭയങ്കര ബോധ്യമാവും. വചനത്തിൽ നിന്നേ ദൈവവചനം അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത്. അത്ര ഇതാണ് അതെന്നേ. ഒത്തിരി സമയമൊന്നും എടുക്കുകയല്ല, നല്ല സമയമെടുത്ത് നമ്മൾ ഉത്സാഹിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനോട് ദൈവവചനത്തെ സമീപിക്കുന്നതെല്ലാം പഴയ നിയമത്തിലൊക്കെ പറയുന്ന പോലെ വലിയ അഭിവാഞ്ചയോടും അഭിനിവേശത്തോടും കൂടിയൊക്കെ വേണം ഇത് സമീപിക്കാനേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോന്നും നമ്മൾ ചുമ്മാ അന്തരീക്ഷത്തോട് പ്രാർത്ഥിക്കുകയല്ല. നമ്മളുടെ ഇടയ്ക്കെല്ലാം പറയുന്നതായിരുന്നത്. ഇപ്പം നമ്മൾ പിതാവിൻ്റെ കാത് നമ്മളെ ഓരോന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ കാതിനോടാണ് നമ്മൾ, പിതാവിൻ്റെ കാതിനോടാണ്. അപ്പോൾ അതുപോലെ മാധുര്യപൂർവ്വമല്ലേ പറയണ്ടേ. അപ്പോൾ പറച്ചിലിൽ തന്നെ ഒരു പുഞ്ചിരി വേണം. പറച്ചിലൊരു അങ്ങനെ ഇതാകെ ഒരു വൈകാട്ട് പിടിച്ചിരിക്കുന്ന അങ്ങനെ ചെല്ലി ഒപ്പിക്കുകയല്ലോ ചെയ്യണ്ടേ. അപ്പം അങ്ങനെ ഓരോന്നും പരിശീലിക്കുക. അപ്പോൾ നമ്മൾ പിതാവിനെ വിളിക്കുന്നതിൻ്റെ ആ സ്നേഹമൊക്കെ ഈശോയൊക്കെ എങ്ങനെയായിരിക്കും എൻ്റെ പിതാവെ എന്ന് വിളിച്ചതേ. അതിൻ്റെ ഒരു ഇതില്ലേ, നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. എന്തൊരു വാത്സല്യപൂർവ്വമായിരിക്കും പിതാവെ വിളിച്ചത്. മാതാവിനെ ഈശോ എത്ര മാധുര്യപൂർവ്വമായിരിക്കും അമ്മയെന്ന് വിളിച്ചത്. അങ്ങനെ അപ്പം അത് നമ്മൾ പ്രാർത്ഥനയിലാക്കാവില്ല. അല്ല അതിനുള്ള കൃപ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതൊരു ഡയലോഗ് ഇത് കേൾക്കില്ലാത്ത അന്തരീക്ഷത്തോട് പറയുന്ന പോലെ അല്ല പറയേണ്ടത്. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിനേക്കാളും ഉറപ്പും അങ്ങനെ അതിനേക്കാളൊന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തലമാണല്ലോ. ഇത്രയും വലിയൊരു അങ്ങനെ നമ്മൾ അഭിനയിച്ച് പ്രിറ്റൻഡ് ചെയ്തല്ല പറയുന്നത്. ആ വലിയ സത്യത്തെ ആശ്ലേഷിച്ച് നിന്നുകൊണ്ടേ നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിനോട് പറയുന്നത്. അപ്പം അന്ന് വിളിക്കുമ്പോൾ അപ്പാ കുഞ്ഞെന്നൊരു വിളി കൊണ്ട് ഉണ്ടെന്ന് ഓർത്തോണം എപ്പോഴും. അതെ
അപ്പോൾ അന്ധനും വിതരനുമായിട്ട് നമ്മൾ സങ്കല്പിക്കരുത്. ആ വിളി എപ്പോഴും ഈശോ നിശബ്ദതയിൽ കേട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും അമ്മ വിളിച്ചപ്പോൾ എടുക്കുന്ന സ്വരം കേട്ടപ്പോൾ അതെനിക്കല്ല നിങ്ങൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞല്ലേ? ആണോ? ഏതാ ആകാശത്തുനിന്നോ? ആ അത് എന്താന്ന് ഞാനങ്ങനെ ധനിച്ചിട്ടില്ല. പിതാവായ ദൈവത്തിന്റെ സ്വരമായിരുന്നു. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു സ്വരം കേട്ടെന്നാണ് ഒരു ഇടിമുഴക്കത്തിൻ്റെ ഇതല്ലേ? ആ അങ്ങനെയാ അല്ലേ? അങ്ങനെ ഒരു ഇന്നത്തെ വായന, വിശേഷ വായന, വചനം ആരുടെ പക്കലേക്കാണെന്നോ അവരെ ദൈവങ്ങൾ ഒന്നാണോ ഇന്ന് വായിച്ചേ? നമുക്ക് അവിടെ വേറെ ആയിരുന്നു. സ്നാപകൻ. ഇത് ഭയങ്കരമാണല്ലോ. ഇന്നലെ നമ്മളതല്ലേ പറഞ്ഞത്. വെളിപാടാണോ വായിച്ചേ? അതിനകത്തും വചനമോ ലേഖനമായിരുന്നു? വിശേഷത്തിൽ അതല്ല ലേഖനം വായിച്ചതാണോ? വെളിപാട്. മറന്നുപോയി. വെളിപാടല്ലല്ലോ. അല്ലല്ല, വെളിപാടല്ല. ഈ 3-4 സുവിശേഷകരെ പറ്റി പറയുന്ന അല്ലാതല്ല. വചനത്തെ സമീപിക്കുമ്പോൾ വിറയലോടും ഭയത്തോടും കൂടെ സമീപിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട അവബോധം, അല്ലെങ്കിൽ നമ്മളെ ഒരു ഒരുക്കം വേണമല്ലോ വചനം തുറക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വായിക്കാനും ഡെയിലി റീഡിങ് വായിക്കാനും എല്ലാമായിട്ട് വചനത്തെ സമീപിക്കുമ്പോൾ. അതെ അതെ, അത് ഏറ്റവും മാധുര്യപൂർവ്വം നമ്മൾ എടുക്കണം. ദൈവത്തിൻ്റെ വചനമാണല്ലോ, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമല്ലേ. അപ്പം അത് നമ്മൾ ഒരു കെയർലെസ് ആയിട്ട് നമ്മൾ വായിച്ചു പോകാം. പക്ഷെ അത് ദൈവത്തിന് എന്ത് സങ്കടമായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ അപ്പം അത് ഏറ്റവും നമുക്ക് ലിസൺ ചെയ്തുകൊണ്ട് വായിക്കണം. അത് ഓരോന്നുമേ അതിനകത്തെ ഒരു ചുമ്മാ റീഡിങ് അല്ലാതെ അങ്ങനെ ആവണമെന്നില്ല. അല്ല, ആദ്യം വായിക്കുന്ന പോലെ അത് അങ്ങനെ ആദ്യം വായിക്കുന്നത് മോശമായിട്ട് വായിക്കാമല്ലോ വേണേലേ. അങ്ങനെ അല്ല, ഞാൻ ഇത് പറയുന്നതല്ല. നമ്മൾ വായിക്കേണ്ടത് ഭയങ്കര ദൈവത്തിൻ്റെ ഇതല്ലേ യോണി. ദൈവം നമ്മൾ സംസാരിച്ചതല്ലേ. നമ്മൾ അതിന് അങ്ങനെ ഓർമ്മൊന്നും ഇതുവരെ നമ്മൾ ഒന്നിനോടും പുലർത്തിയിട്ടില്ലേ. അതാ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, മാതാവ് ഉണ്ണീശോയെ എടുത്തതുപോലെ വേണം നമ്മൾ വചനത്തെ എടുക്കാനേ. മാതാവ് ഉണ്ണീശോയെ എടുക്കുന്ന എത്ര ഇതായിരിക്കും. നമ്മൾ അതുപോലെ ഒരു ബൈബിളിലെടുക്കുമ്പോൾ, ബൈബിളിലെടുക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞു, അല്ലാതെ വായിക്കുന്നതല്ല. അങ്ങനെ ഓരോന്നുമേ ബൈബിളിലെടുത്ത് ബൈബിൾ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇതിനെല്ലാം ഭയങ്കര ഇതുകൊണ്ട് സഭ അങ്ങനെ അതിന് 2-3 വചനങ്ങളും എല്ലാം കിട്ടും. അതിന് അത് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഭയങ്കര ശ്രദ്ധ വേണം. അല്ലാതെ അങ്ങനെ അപ്പോൾ അന്നേരം അതിനകത്ത് മുഴുവൻ അന്ന് ഓരോ ഭാഗത്തും ഇങ്ങനെ നമ്മൾ എഴുതിയെടുത്ത് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യത്തക്ക രീതിയിൽ കിടക്കും. ഓരോ സെന്റൻസുകളുമേ വചനമേ. അല്ല, നമ്മൾ അന്നേരം നോക്കുമ്പോൾ ഓരോന്നും വലിയ ആശ്ചര്യകരമായ കാര്യങ്ങളാണ് ഈ ദൈവം സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു പിടിയും കിട്ടാത്തേ. അങ്ങനെ സ്നേഹപൂർവ്വം വായിക്കുമ്പോഴേ അന്നേരം നമ്മൾ പല ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഈ വചനം ഇങ്ങനെ കിടപ്പുണ്ടല്ലോ എന്നൊക്കെ ഇത് കിട്ടുന്നതേ. ാം സങ്കീർത്തനം മുഴുവൻ അതാണല്ലോ, വചനത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ്. സാക്ഷ്യങ്ങളെ മനസ്സിൻ്റെ നല്ലൊരു പ്രാർത്ഥനയായിട്ട് നമുക്കത് പ്രാർത്ഥിച്ചെഴുതിയെടുക്കാം. നിസ്സാരമല്ല, അതല്ല ഭയങ്കര ഒരു ഇതിലൂടെ നമുക്ക് കിട്ടിയാലത് ഒന്ന് തല്ലിക്കൂട്ടി ചെയ്യാവുന്നതല്ല ഇതൊന്നേ. ആധ്യാത്മികതയിലെ ആദ്യ പാഠങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും ഓരോന്നിനോടും ഏറ്റവും കുറഞ്ഞു ആദ്യം കൊടുക്കേണ്ട ഒരു റെസ്പോൺസുകളെ നല്ലപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അങ്ങനെ
ഓരോന്നും കൊന്തയെക്കുറിച്ചൊക്കെ അത് മാതാവും വിശുദ്ധരും ഒക്കെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ പറയുന്നു. എണ്ണങ്ങൾ കൂട്ടുകയല്ലേ, ചെല്ലുന്നതൊക്കെ ഏറ്റവും നല്ല പോലെ ശ്രദ്ധാപൂർവം നമ്മുടെ മനസ്സോട് ഒന്ന് കേൾക്കണം. നമ്മൾ പറയുന്നത് എന്നാന്നേ, പങ്കെടുക്കണം. അല്ലാതെ നമ്മളിപ്പോൾ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് പറഞ്ഞു പോവുമല്ലേ. നന്മ നിറഞ്ഞ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ളത് മലാഹ പറഞ്ഞ പോലെ പറയണ്ടേ. അപ്പം അത് എലിസബത്തിനോടും ഗബ്രിയേൽ മാലാഹായുടെ ഒരു പ്രത്യേക മധ്യസ്ഥം നേടുന്നതല്ല കൊന്ത ചെല്ലുമ്പോഴേ, നന്മ നിറഞ്ഞ മറിയൊക്കെ ചെല്ലുമ്പോഴേ. കാരണം അവർ രണ്ടുമാണല്ലോ ഇതിൻ്റെ. അവരുടെ വാക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഗബ്രിയേലിൻ്റെയും എലിസബത്ത് പുണ്യവതിയുടെയും അതുപോലെ വേറെ ഒന്നും ആവർത്തിക്കുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ വേറൊരു ഇതുമില്ല. ഒരു കൊന്ത ചെല്ലിയെ പോലും എത്ര പ്രാവശ്യമാണ് നമ്മൾ 53 പ്രാവശ്യം അവർ പറഞ്ഞത് ആവർത്തിക്കുന്നു. അങ്ങനെ എന്തായാലും കോടിക്കണക്കിന് ആൾക്കാർ കൊന്ത ചെല്ലുമല്ലേ, എപ്പോഴും എല്ലാ സമയത്തും ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുത്ത ഭാഗ്യം നോക്കി, അവർ പറഞ്ഞ കാര്യങ്ങളെ ഭൂമി റിപ്പീറ്റ് ചെയ്യുമല്ലേ. ഒന്ന് പിതാവിൻ്റെ ഇതാ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടിയുള്ളത് ഗബ്രിയേൽ മാലാഖായ പറഞ്ഞതെങ്കിലും അത് പിതാവ് പറഞ്ഞതാ. പിതാവിൻ്റെ മെസ്സേജ് അല്ലേ, മെസ്സേജ് ഗബ്രിയേൽ മാലാഖ അത് കൊണ്ടുവന്നേ ഉള്ളൂ. എലിസബത്ത് പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇവർ രണ്ടുപേരും ഇതിന് നടുക്ക് പുത്രൻ ജനിക്കുകയും പുത്രനോട് പ്രാർത്ഥിക്കുകയല്ലേ. അങ്ങനെയാ പുത്രനെ നടുക്ക് വരുന്നത്. പിന്നെ പരിശുദ്ധ തെറിയത്തോ അതുപോലെ സന്നിഹിതത ഓരോ ഇതിനകത്ത് വരും, ചൈതന്യത്തിൽ. ഒന്ന് പിതാവ് പറയുന്നു, ഒന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് പുത്രൻ ജനിക്കുന്നു, അടുത്തപ്പെട്ടവനാവുന്നു. അങ്ങനെ ഇത്ര ഇതാ അത്. ഇതോ ആരാ അത് സഭ പഠിപ്പിക്കുന്നത്? ഇത് കൃത്യം സഭയല്ല, നമ്മുടെ ഞാൻ വായിച്ചത് നമ്മുടെ ശില്പിതാവിൻ്റെ. അത് നല്ലപോലെ ഇപ്പം എനിക്ക് ഓർക്കുന്നില്ല. ഇങ്ങനെ കൊന്ത ചെല്ലുമ്പം സഭ മനഃപൂർവ്വമാണെന്നാണ് പറഞ്ഞു. ഈ കൈവിരൽ, നാവ്, കാത് കേൾക്കുന്നു, അങ്ങനെ അഞ്ചിന്ദ്രിയങ്ങളുടെ കൊന്തയല്ലേ ശില്പിതാവ് പറയുന്നത്. നല്ലപോലെ എഴുതിയെടുത്തൊന്ന് നോക്കുവാണേ. നമുക്ക് പ്രാർത്ഥിച്ച് വചനം നമുക്ക് വലിയ മഹിമയോടുകൂടി ചുമ്മാ ഇങ്ങനെ വെക്കാതെ നല്ലൊരു വീട്ടിലും എല്ലായിടത്തുമേ സക്രാരി എന്ന് പറഞ്ഞ പോലെ ഒരു ഓപ്പണായിട്ടുള്ള നല്ല ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് അതെല്ലാവരിലേക്കുമേ ചുമ്മാ എവിടെയെങ്കിലും വെക്കാതെ അതെല്ലാം ഉണ്ടായി. വചനത്തോട് നമ്മളിത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തോറും ഓരോന്നിങ്ങനെ ഉണ്ടായി വരുവേ. വചനം പ്രവർത്തിച്ചോളും. പിന്നെ നമ്മൾ ഇത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലല്ലോ, നമ്മളിപ്പോൾ എടുക്കാത്തത് കൊണ്ടാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ തന്നെ മജേ അങ്ങനെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ വചനമേ. വചനം ഏതാ അത്? 4:12 ഒന്ന് വായിക്കാവോ? ഏതൊരു വായിക്കാം. മലയാളം വായിക്കും. വചനത്തെ കുറച്ചൊന്നും പോരെ, അകത്താണ് വേണ്ടതെല്ലാം. എല്ലാം പുറത്തേക്കാക്കാം നമ്മൾ പതുക്കെ. അത് ഭയങ്കര ഒരു അകത്താണ് ഇതെല്ലാം വേണ്ടത്. അതൊരു ഭയങ്കര അലേർട്ട്നെസ് വേണ്ടത് കാര്യമാണ്. ഈശോയെ നോക്കിയാ
ലേഖനം 4-ാം അധ്യായം 13. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഉണ്ടോ? വചനത്തെ കുറിച്ച് പറഞ്ഞ ചെയ്ത് പറയുന്നതെന്ന് ഓർക്കണം. അവൻ പറഞ്ഞിരിക്കുന്ന നോക്കിയേ, അവന്റെ അവിടുത്തെ അത്തരം പ്രവൃത്തികളാണ് വചനത്തിന്റെ. അത് നമ്മൾ ഓരോന്നും സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ഈ പ്രവൃത്തികളെല്ലാം നമ്മൾ നടക്കാൻ തുടങ്ങും. നമ്മൾ പണ്ട് തമാശയായിട്ട് പറയുകയല്ലായിരുന്നു ഇങ്ങനെ, പുലിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്, നമ്മളൊന്നും ചെയ്യേണ്ട, പുലി ചെയ്തോളെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ശരിയാ. നമ്മൾ വചനത്തിന്റെ ആ അന്തരീക്ഷത്തിലേക്ക് വചനത്താൽ ഒന്ന് പിടിക്കപ്പെടാൻ അങ്ങ് ചെന്നാ മതി. ബാക്കി വചനം ചെയ്തോളൂ. ഇത് പ്രവൃത്തി എല്ലാം ചെയ്യും വചനം. സജീവവും ഊർജസ്വലവുമാണ് എന്ന് പറഞ്ഞ എന്നാ അതിനെ അതങ്ങനെയാ. അതിന് വേറെ ജീവനുണ്ടെന്നല്ലേ, ഊർജോ ഭയങ്കരേ. ഇത് രണ്ടു വചനമല്ല പക്ഷേ ഈ കോസ്മോസിനെ താങ്ങുന്നതേ, രണ്ടല്ല, അവിടുത്തെ ശക്തിയുടെ വചനമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ളതാണെന്ന് ഓർക്കണം. ജീവനുള്ള നമ്മളോട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വചനം അതിലും എത്ര കോടി സജീവോ ശക്തോ ജീവിച്ചു കഴിയുമ്പോഴേ. ആ വചനമൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് നല്ലപോലെ മനസ്സിൽ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത്രയും അന്നേരം നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവമേ, ഇതാണോ വചനത്തിന്റെ പവർ. 4:12 ഇത് നോക്കി. ഇത് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ സുവിശേഷം ഇങ്ങനെ എടുത്തു കഴിയുമ്പം പിന്നെ ലേഖനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ എടുക്കണം. ഇതെല്ലാം വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ മനസ്സിലാവും, ആയിരക്കണക്കിന് പ്രാവശ്യം പുതിയ നിയമത്തിൽ തന്നെ വചനത്തിന്റെ ഓരോ പ്രവൃത്തികളാണ് പറയുന്നത്. വചനവും സുവിശേഷവും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പിന്നെ അന്നേരത്തിന് നമുക്ക് ഭയങ്കര കാര്യവും ബോധ്യമാവും ഇതിനെക്കുറിച്ച്. ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ഈ എടുക്കുന്ന വചനം ഇത്രയും ശക്തമാണെന്ന് നമ്മൾ ഓർക്കണം. അല്ല ചുമ്മാ ഒരു വായിക്കുന്ന ഒരു ചുമ്മാതെ എല്ലാ വചനവും അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ് ഉറപ്പായിട്ടും ഇതിനേക്കാളും ശക്തമാണല്ലോ. അങ്ങനെ അല്ലാതെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ വചനമോ ഞാൻ പറഞ്ഞതേ, ഈശോയുടെ വചനം കൂടെ അല്ലേ. എല്ലാ വചനവും എങ്ങനെയാണ് കിടക്കുന്നത്? ഇത്രയും പവറാ ഓരോന്നിനും. നമ്മൾ ജനിച്ചിരിക്കുന്ന വചനത്താലാന്നാണ് പത്രോസിലിയ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജനിച്ചിരിക്കുന്നതേ നശ്വരമായ ഇതാലല്ല, അനശ്വരമായ ദൈവത്തിന്റെ വചനത്താലാ ജനിച്ചത്. അങ്ങനെയാ. അയ്യോ പത്രോസ്, അങ്ങനെ വചനം നോക്കി നമ്മളിങ്ങനെ വചനത്തിൽ ഇങ്ങനെ ഓരോന്ന് എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ പറയാം, മനസ്സായിട്ട് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് മാംസത്തിന്റെ ഇതെല്ലാം പാടിപ്പോന്നൊക്കെ പറഞ്ഞ്, അയ്യോ അതൊക്കെ പത്രോസിലിയുടെ ലേഖനമൊക്കെ നല്ലപോലെ വായിക്കണം. എല്ലാ ലേഖനവും ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങളുമാണ്. ഇതൊന്നല്ലേ വേണം, ഇതുപോലത്തെ 100 കണക്കിന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കിടക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ അനുതാപം അതിന് വേണ്ടതേ. ഇത് ശ്രദ്ധിക്കാൻ എടുക്കുള്ള കിട്ടുന്ന സമയം മടിയും മടുപ്പും എല്ലാം കളഞ്ഞിട്ടേ ഓരോന്ന് സീരിയസ് ആയിട്ട് വലിയ തിടുക്കമല്ല വലിയ തിടുക്കത്തിൽ നമുക്കൊന്നും ചെയ്യത്തില്ല. ഇതിനെ സമാധാനത്തിൽ ശാന്തമായിട്ടെടുത്ത എത്ര വർഷം എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഈ ഇതിനകത്താണല്ലോ നമ്മൾ, അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനത്തിലായി നമ്മൾ. അതുകൊണ്ട് സമയം കളയണം, ചുമ്മാ കളയണമെന്നല്ല പറയുന്നത്. ഇത് ഏറ്റവും സ്നേഹപൂർവ്വം സമാധാനപൂർവ്വം എടുത്താൽ ഇത് കിട്ടത്തുള്ളല്ലോ. ലൂസിലായിട്ട് ഞാൻ ജോർജുട്ടിയെ രാവിലെ കുറച്ച് ഞാൻ നോട്ട് ചെയ്ത് സാധാ റീഡിങ്
ഇങ്ങനെ ഓരോ ദിവസം വായിച്ചു പോയതിനകത്തൊന്ന് ചുമ്മാ നോട്ട് ചെയ്ത് എത്ര കാര്യങ്ങളാണെന്നറിയാം സുവിശേഷത്തിന് വേണ്ടി പൗലോസിലെ ഇതിനെക്കുറിച്ച് 3-4 ലേഖനത്തിനകത്തൊന്ന് മാത്രം 10-15 കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചല്ലേ. ഗോസ്പലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഗോസ്പലിന് വേണ്ടിയാണ് ഞാൻ ജയിലിലായിരിക്കുന്നത്. ഗോസ്പലിന് പ്രീസ്റ്റലി മിനിസ്ട്രി ചെയ്യുന്നത് ഗോസ്പലിനാണ്. അങ്ങനെ ഗോസ്പലിൻ്റെ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 10-15 കാര്യങ്ങൾ അത് 2-3 ലേഖനത്തിൽ നിന്നാണ് ഓർക്കണം. മർക്കോസിലെ പറയുന്നത് എനിക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ജീവിതം നശിപ്പിക്കുന്നവനെ അത് കണ്ടെത്തുന്ന അങ്ങനെയും കൂടെ പറഞ്ഞിരിക്കുന്നത്. ഈശോയ്ക്ക് വേണ്ടി എന്നുള്ള ആ ഇതിനകത്ത് തന്നെ സുവിശേഷമൊന്നും കൂടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഫോർ മീ ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് മീ ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അങ്ങനെ എല്ലാ ലേഖനത്തിലും ഇങ്ങനെ കിടക്കും അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെ. അങ്ങനെ 1000 കാര്യങ്ങളാണ്. അത് അന്നേരത്തിനുമാണ് ഈ വചനം ഇത്രയും ഇങ്ങനെ നമ്മൾ ഏതാനും പേജുകളിൽ കാണുന്നതേ ഇങ്ങനെ നിറയ്ക്കുന്ന ചൈതന്യമാണല്ലോ എന്ന് മനസ്സിലാകുന്നേ. ഇപ്പം വായിച്ചില്ലേ അതിനകത്ത് അങ്ങനെയല്ലേ, ജീവവും ഊർജസ്വലവും മൂർച്ചയുള്ളത് ആത്മാവിലും ഇത്ര ഇതാ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നത്. ഈശോവ്രതം വചനവ്രതം. അങ്ങനെ ഇനി നമുക്ക് അങ്ങനെ ഇനി പുറകോട്ട് പോകാതെ പോകണം. ഇനി ഗസ്റ്റൊക്കെ വരുന്നവരെ വെൽക്കം ചെയ്യുക, പറയുക. എന്നാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയാതിരിക്കാനും ഒക്കെ നമ്മൾ അങ്ങോട്ട് ആവശ്യമില്ലാത്ത പറയാതിരിക്കാനും. ഇനി നിവൃത്തികേട് വന്നാൽ അത് വേറെ ഒന്നാണല്ലോ. പക്ഷെ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ ഒന്നും വരത്തില്ല. പിന്നെ ദൈവം നോക്കുന്നേ. നമ്മൾ ഈ വചനത്തിന് വേണ്ടി സീരിയസ് ആണെന്ന് പറഞ്ഞാൽ അന്നേരം സെക്യൂരിറ്റികളാണ് വരുന്നത് ഇങ്ങോട്ട്. ഈശോയോട് പറയണം, വചനം കേൾക്കാൻ എൻ്റെ മനസ്സിനെ തുറക്കണം, എൻ്റെ ഹൃദയത്തെ തുറക്കണമൊക്കെ ഒന്നേ. തുറന്നത് ഹൃദയവും മനസ്സുമാണല്ലോ തുറന്നിരിക്കുന്നത് നമ്മൾ വചനത്തിൽ കാണുന്നത്. അത് അപ്പോസ്തല പ്രവർത്തനത്തിലുണ്ട്. ഹൃദയം അവിടെ അതന്നേരം നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ നമുക്കത് ഓർത്ത് ആ വചനം വിശ്വാസമല്ലേ